വിവിധ രാജ്യങ്ങളും അവിടുത്തെ വാഹന നിർമ്മാണ കമ്പനികളും രണ്ടാം ഭാഗം. വീഡിയോ പുതിയതാണെങ്കിലും നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ ഓരോ രാജ്യങ്ങളുടെയും അവിടുത്തെ വാഹന നിർമ്മാണ കമ്പനികളെയും പറ്റിയുമാണ്. ഒരുപക്ഷെ നിങ്ങൾ കാത്തിരുന്നതും നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായ വാഹന നിർമ്മാണ കമ്പനികളെ പറ്റിയാണ് ടോപ്പ് സ്പീഡ് യൂട്യൂബ് ചാനൽ ഇവിടെ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വാഹനമുള്ള കാലം അത്രയും ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു രാജ്യത്തെ പറ്റിയാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. ആ രാജ്യമാണ് ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ വാഹന നിർമ്മാതാക്കളുള്ള രാജ്യമാണ് ജപ്പാൻ. വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ ലോകത്തിലെ 3-ാം സ്ഥാനമാണ് ജപ്പാനുള്ളത്. ഇന്റർനാഷണൽ കാർ ഓഫ് ദി ഇയർ, വേൾഡ് കാർ ഓഫ് ദി ഇയർ എന്നിങ്ങനെ ഒട്ടനവധി അംഗീകാരങ്ങൾ ജപ്പാനിലെ കാർ നിർമ്മാതാക്കൾക്ക് നിരവധി തവണ ലഭിച്ചിട്ടുണ്ട്. ജപ്പാനിന്റെ തലച്ചോറിൽ വാഹനപ്രേമികളുടെ മനം കവർന്ന വാഹന കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇനി കണ്ടറിയാം. ആദ്യമായിട്ട് ടൊയോട്ട. ജപ്പാനിലെ 1-ാമത്തെയും ലോകത്തിൽ 2-ാമത്തെയും ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളാണ് ടൊയോട്ട. 1937 സ്ഥാപിതമായ ടൊയോട്ടയുടെ സ്ഥാപകൻ കീച്ചിറോ ടൊയോട്ടയാണ്. ലോകത്തിൽ ആദ്യമായി വർഷത്തിൽ 10 മില്യൺ വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി കൂടിയാണ് ടൊയോട്ട. ലെക്സസിന്റെ മാതൃസ്ഥാപനം കൂടിയായ ടൊയോട്ട തന്നെയാണ് ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുന്നതിലും മുമ്പന്മാര്. ചെറിയ കാറുകൾ മുതൽ വൻകിട സ്രാവുകളുടെ ഇഷ്ടവാഹനമായ വമ്പൻ SUV-കൾ വരെ ടൊയോട്ടയുടെ വാഹന വ്യൂഹത്തിലുണ്ട്. രണ്ടാമതായിട്ട് ഹോണ്ട. ജപ്പാനിലെ 2-ാമതും ലോകത്തിൽ 8-ാം സ്ഥാനവുമാണ് വാഹന നിർമ്മാണത്തിൽ ഹോണ്ടയ്ക്കുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് ഹോണ്ട. ഇതുകൂടാതെ പവർ എക്യുപ്മെന്റ്സ്, ഹോണ്ട ജെറ്റ്, എഞ്ചിൻ അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഹോണ്ടയ്ക്കുണ്ട്. തേർഡ് വൺ ഈസ് നിസാൻ. 1933 സ്ഥാപിതമായ നിസാൻ തന്റെ വാഹനങ്ങൾ ഡാറ്റ്സൺ, ഇൻഫിനിറ്റി എന്നീ ബ്രാൻഡുകളിൽ പുറത്തിറക്കി. 1999 നിസാൻ റൊണാൾഡുമായും 2016 മിസ്തുബിഷിയും കൂടി ചേർന്നതിൽ പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ആദ്യം ഒന്ന് പാളിപ്പോയെങ്കിലും വലിയ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് നിസാൻ. അടുത്തതായിട്ട് സുസുക്കി. 1909 സുസുക്കി നിലവിൽ വരുന്നത്. 4 ചക്രങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നത് മാത്രമായിരുന്നില്ല സുസുക്കി. മോട്ടോർ സൈക്കിൾ, എഞ്ചിൻ, മറൈൻ എഞ്ചിൻ അങ്ങനെ മറ്റു പലതിലേക്ക് സുസുക്കി വ്യാപിച്ചു കിടക്കുകയാണ്. സുസുക്കിയുടെ വാഹനങ്ങൾ 50% ഇന്ത്യയിലാണ് വിറ്റഴിക്കുന്നത്. താരതമ്യേന കുറഞ്ഞ ചെലവും കൂടുതൽ സർവീസ് സെന്ററുകളുമാണ് ഇതിന് കാരണം. ഫിഫ്ത്ത് വൺ ഈസ് ലെക്സസ്. ടൊയോട്ടയുടെ ആഡംബര വിഭാഗത്തിൽപ്പെട്ട വാഹനമാണ് ലെക്സസ്. പ്രീമിയം മോഡൽ സെഡാൻ, കൂപ്പെ, SUV അങ്ങനെ എല്ലാ വിഭാഗങ്ങളും ലെക്സസിനുണ്ട്. ആറാമതായിട്ട് മസ്ത. വാഹന നിർമ്മാണത്തിൽ ലോകത്തിലെ 15-ാം സ്ഥാനം ഇവനാണ്. ഭാരം കുറഞ്ഞ സ്പോർട്സ് കാറുകളാണ് മസ്ത നിർമ്മിക്കുന്നത്. കൂടാതെ ട്രക്കുകളും മസ്തയ്ക്കുണ്ട്. സെവൻത് വൺ ഈസ് മിറ്റ്സുബിഷി. മിറ്റ്സുബിഷി എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലും ചിലപ്പോൾ ആദ്യം ഓടിയെത്തുക പയ്യ എന്ന തമിഴ് സിനിമയും അതിലെ ലാൻസർ ഒക്കെ ആകും. 1970 മിറ്റ്സുബിഷി പടുത്തുയർത്തിയത്. ഇവരുടെ മാതൃസ്ഥാപനത്തിൽ ഒരാൾ നിസാനാണ്. എയ്ത്ത് വൺ ഈസ് ഇസൂസു. 1916 സ്ഥാപിതമായ ഇസൂസു കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണ് കൂടുതലായി നിർമ്മിക്കുന്നത്. സ്വന്തമായി ഡീസൽ എഞ്ചിനുകളും ഇസൂസു നിർമ്മിക്കുന്നുണ്ട്. ജനറൽ മോട്ടോഴ്സ് ഉൾപ്പെടെ നിരവധി വാഹന നിർമ്മാണ കമ്പനികൾ ഇസൂസുവിന്റെ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നുണ്ട്. 2009 ലോകമെമ്പാടും 21 മില്യൺ എഞ്ചിനുകളാണ് ഇസൂസു നിർമ്മിച്ചു കൊടുത്തത്. 9-ാമതായിട്ട് അക്യൂറ. 1986 ആരംഭിച്ച അക്യൂറ ഹോണ്ടയുടെ ആഡംബര വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന്റെ മറ്റൊരു ഭാഗമാണ്. പെർഫോമൻസും ഹൈ പെർഫോമൻസ് കാറുകളും അക്യൂറയ്ക്കുണ്ട്. ജപ്പാനിലെ ആദ്യ ലക്ഷറി ബ്രാൻഡ് കൂടിയാണ് അക്യൂറ. ഇനി 10-ാമതായിട്ട് സുബാരു. വാഹന നിർമ്മാണത്തിൽ ലോകത്ത് 22-ാം സ്ഥാനമാണ് സുബാരുവിനുള്ളത്. ബോക്സർ എഞ്ചിനുകളുടെ ഉപയോഗം മൂലമാണ് സുബാരു കാറുകൾ അറിയപ്പെടുന്നത്. ഫ്ലാറ്റ് എഞ്ചിനുകളുടെ ഏറ്റവും സാധാരണ കോൺഫിഗറേഷനാണ് ബോക്സർ എഞ്ചിന്. സുബാരുവിന്റെ 1500 cc മുകളിലുള്ള വാഹനങ്ങളിലാണ് ബോക്സർ എഞ്ചിൻ കണ്ടുവരുന്നത്. ഇനി ജപ്പാനിലെ വാഹന നിർമ്മാണ കമ്പനിയായ ലാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ്സൺ. 1931 ഡാറ്റ്സണിന്റെ യഥാർത്ഥ ഉൽപ്പാദനം ആരംഭിച്ചത്. 1958 മുതൽ 1986 വരെ നിസാൻ കയറ്റുമതി ചെയ്ത വാഹനങ്ങൾ മാത്രമാണ് ഡാറ്റ്സൺ എന്ന് തിരിച്ചറിഞ്ഞത്. 1986 ആയപ്പോഴേക്കും നിസാൻ ഡാറ്റ്സൺ നാമം ഘട്ടം ഘട്ടമായി ഉപേക്ഷിച്ചുവെങ്കിലും വളർന്നു വരുന്ന വിപണികൾക്കായി കുറഞ്ഞ നിരക്കിൽ വാഹനങ്ങളുടെ ബ്രാൻഡായിട്ട് 2013 ഇത് വീണ്ടും അവതരിപ്പിച്ചു. ഇനി നമുക്ക് അടുത്ത രാജ്യത്തിലേക്ക് പോയാലോ? ആ രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം, ഗ്രേറ്റ് ബ്രിട്ടൻ. അവിടുത്തെ ആദ്യത്തെ വാഹന നിർമ്മാണ കമ്പനിയാണ് റോൾസ് റോയ്സ്. റോൾസ് റോയ്സ് ഒരു ആഡംബര വാഹന നിർമ്മാതാക്കളാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. റോൾസ് റോയ്സിന്റെ എല്ലാ അവകാശങ്ങളും ഇപ്പോൾ BMW കയ്യിലാണ്. പൂർണ്ണമായും മനുഷ്യനിർമ്മിതമാണ് റോൾസ് റോയ്സ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ ഗുണമേന്മകളും ഈ വാഹനത്തിനുണ്ട്. സെക്കൻഡ് വൺ ഈസ് മക്ലാരൻ. ഫോർമുല 1 കൺസ്ട്രക്ടർ എന്നാണ് മക്ലാരൻ അറിയപ്പെടുന്നത്. ഫെറാറിക്ക് ശേഷം ഏറ്റവും പ്രായം കൂടിയതും ഏറ്റവും മികച്ച 2-ാമത്തെ ഫോർമുല 1 ടീമാണ് മക്ലാരൻ. മക്ലാരൻ കാർസ് 1985 സ്ഥാപിതമായത്. 1992 കമ്പനി മക്ലാരൻ F1 പുറത്തിറക്കി.
തേർഡ് വൺ ഈസ് ലോട്ടസ്. സ്പോർട്സ് കാറുകളും റേസിംഗ് കാറുകളും അവയുടെ ഭാരം കുറച്ച് മികച്ച ഹാൻഡ്ലിംഗിൽ കൈകാര്യം ചെയ്യാൻ നിർമ്മിക്കുന്നതിൽ പേരുകെട്ട കമ്പനിയാണ് ലോട്ടസ്. ഫോർമുല 1 വാഹനങ്ങൾ നിർമ്മിക്കുന്നതിലും ലോട്ടസ് കേമൻ തന്നെ. വേൾഡ് ചാമ്പ്യൻഷിപ്പ് 7 തവണ നേടിയ വാഹന നിർമ്മാതാക്കൾ കൂടിയാണ് ഇവർ. ലോകത്തിൽ ആദ്യമായി വെള്ളത്തിനടിയിൽ കൂടി ഓടിക്കുവാൻ കഴിയുന്ന കാർ നിർമ്മിച്ചതിന്റെ പൊൻതൂവലും ഇവന്റെ പൊൻകിരീടത്തിന് സ്വന്തം. ഇനി ഫോർത്ത് വൺ ഈസ് ആസ്റ്റൺ മാർട്ടിൻ. ഒരു സിനിമ കൊണ്ട് ഇത്രയേറെ പ്രചാരം നേടിയ മറ്റൊരു കാർ കാണില്ല. ഒരു കാർ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ പലരും ചിന്തിച്ചിട്ടുണ്ടാകും. ലക്ഷറി സൂപ്പർ കാർ നിർമ്മാതാക്കളാണ് ആസ്റ്റൺ മാർട്ടിൻ. 1913 ആരംഭിച്ച വാഹന നിർമ്മാണ കമ്പനിയാണ് ആസ്റ്റൺ മാർട്ടിൻ. ഇനി ഫിഫ്ത്ത് വൺ ഈസ് ബെൻലി. ആഡംബര കാറുകളുടെയും SUVകളുടെയും ബ്രിട്ടീഷ് നിർമ്മാതാവും വിപണനക്കാരനുമായ ബെൻലി മോട്ടേഴ്സ് 1988 മുതൽ ഫോക്സ് വാഗൻ ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമാണ്. ഇന്ന് മിക്ക ബെൻലി മോഡലുകളും കമ്പനിയുടെ ക്രൂ ഫാക്ടറിയിലാണ് നിർമ്മിക്കുന്നത്. കുറച്ച് ജർമ്മനിയിലെ ഫോക്സ് വാഗന്റെ ഡ്രസ്റ്റൺ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നു. ഇനി സിക്സ്ത് വൺ ഈസ് ജാഗ്വർ. ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ കാർ നിർമ്മാതാക്കളായ ജാഗ്വർ ലാൻഡ് റോവറിന്റെ ആഡംബര വാഹന ബ്രാൻഡ് കൂടിയാണ്. ഇംഗ്ലണ്ടാണ് ജാഗ്വറിന്റെ ആസ്ഥാനം. ജാഗ്വർ 2013 ലാൻഡ് റോവറുമായിട്ട് പൂർണ്ണമായിട്ടും ലയിപ്പിച്ചു. ഇനി സെവൻത് വൺ ഈസ് MG മോട്ടേഴ്സ്. MG മോട്ടേഴ്സ് MG മാർക്കിന് കീഴിൽ വിൽക്കുന്ന കാറുകൾ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നു. UK ചൈനീസ് നിർമ്മിത കാറുകൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന കമ്പനിയാണ് MG മോട്ടേഴ്സ്. അടുത്തതാണ് ലാൻഡ് റോവർ. പ്രധാനമായിട്ടും 4 വീൽ ഡ്രൈവ് ഓഫ് റോഡ് ശേഷിയുള്ള വാഹനങ്ങളുടെ ബ്രിട്ടീഷ് ബ്രാൻഡാണ് ലാൻഡ് റോവർ. 2008 മുതൽ ഇന്ത്യയുടെ ടാറ്റ മോട്ടേഴ്സിന്റെ അനുബന്ധ സ്ഥാപനമാണ് മൾട്ടിനാഷണൽ കാർ നിർമ്മാതാക്കളായ ജാഗ്വർ ലാൻഡ് റോവർ. ലാൻഡ് റോവറിന്റെ പേര് 1948 റോവർ കമ്പനി ഒരു യൂട്ടിലിറ്റേറിയൻ 4WD ഓഫ് റോഡിനായിട്ട് സൃഷ്ടിച്ചതാണ്. ഇന്ന് ലാൻഡ് റോവർ വാഹനങ്ങൾ ആഡംബര സ്പോർട്സ് വാഹനങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നു. ഇനി നയൻത് വൺ ഈസ് മിനി. ഒരു ചെറിയ ഇക്കണോമിക് കാർ കമ്പനിയാണ് മിനി. 2 ഡോറുകളുള്ള ഈ കുഞ്ഞൻ വാഹനം വാഹനപ്രേമികളുടെ മനസ്സിൽ കയറിയിട്ട് ഒരുപാട് നാളുകളായി. പുറമെ ഇവൻ ചെറുതാണെങ്കിലും ആളിച്ചിരി പെശകാണ്. അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ വാഹന നിർമ്മാണ കമ്പനി നമ്മൾ പറയാൻ പോകുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ഓട്ടോമോട്ടീവ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷനാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ്. 1945 മുഹമ്മദ് ആൻഡ് മഹീന്ദ്ര എന്ന പേരിൽ ഇത് സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ ഉൽപ്പാദനത്തിൽ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിലെ ഒരാളും ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടറുകൾ നിർമ്മിക്കുന്ന വാഹന നിർമ്മാതാക്കൾ കൂടിയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. SUV, MUV, ഓഫ് റോഡ് എന്നിങ്ങനെ പോകുന്നു ഈ കൊമ്പന്റെ വാഹനപ്പട. അടുത്തതാണ് ടാറ്റ. നമ്മളിലേക്ക് നക്ഷത്ര എണ്ണ പഠിപ്പിച്ച കമ്പനി, അഥവാ മൈലേജ് എത്ര കിട്ടുമെന്ന ചോദ്യത്തിൽ നിന്ന് സേഫ്റ്റി എത്രയുണ്ട് എന്ന് ചോദിപ്പിക്കാൻ പഠിപ്പിച്ച വാഹനം. 1945 സ്ഥാപിതമായ ടാറ്റയ്ക്ക് ഇന്ന് ഹാഷ്ബാക്ക്, സെഡാന്, SUV, ട്രക്കുകൾ, വാനുകൾ, ബസ്സുകൾ, ലോറി എന്നിങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അടുത്തത് ഫോർഡ്സ് മോട്ടേഴ്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാൻ നിർമ്മാതാവാണ് ഫോർഡ്സ് മോട്ടേഴ്സ്. 1958 സ്ഥാപിതമായ ഫോർഡ്സ് മോട്ടേഴ്സിന്റെ വാഹന നിരയിൽ ടെമ്പോ, മാറ്റഡോർ, മിനി ഡോർ, ട്രാവലർ എന്നിവ ഉൾപ്പെടുന്നവയാണ്. ഇനി ഫോർത്ത് വൺ ഈസ് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ്. അംബാസിഡർ എന്ന ഒറ്റ പേര് മതിയാവും ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് എന്ന കമ്പനിയെ പറ്റി അറിയാനായിട്ട്. അംബാസിഡറിന്റെ പിൻ സീറ്റിലെ യാത്രയെപ്പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ടാക്സിയിൽ ഇത്രയും പ്രചാരം ഈ വാഹനം നേടിയത്. 1948 സ്ഥാപിതമായ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് 2017 അവരുടെ തുറുപ്പ് വിലനായ അംബാസിഡർ ബ്രാൻഡിനെ പ്യൂജറ്റ് SIക്ക് കൈമാറി. ഇനി ഫിഫ്ത്ത് വൺ ഈസ് DC. ഒരു ഇന്ത്യൻ നിർമ്മിത സ്പോർട്സ് കാറാണ് DC ആവന്തി. 2012 ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് ആവന്തി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. 2015 ഇതിന്റെ ലിമിറ്റഡ് എഡിഷൻ മോഡലും കമ്പനി പുറത്തിറക്കി. അടുത്തത് എയ്ഷർ മോട്ടേഴ്സ്. മോട്ടോർ സൈക്കിളുകളുടെയും വാണിജ്യ വാഹനങ്ങളുടെയും ഇന്ത്യൻ നിർമ്മാതാവാണ് 1948 സ്ഥാപിതമായ എയ്ഷർ മോട്ടേഴ്സ്. മിഡിൽ വെയ്റ്റ് മോട്ടോർ സൈക്കിളുകളുടെ നിർമ്മാതാക്കളായ റോയൽ എൻഫീൽഡിന്റെ മാതൃ കമ്പനിയാണ് എയ്ഷർ. ഇനി നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്ന രാജ്യമാണ് ഫ്രാൻസ്. വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ ലോകത്തിലെ 10ാം സ്ഥാനമാണ് ഫ്രാൻസിനുള്ളത്. അവിടുത്തെ വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അവിടുത്തെ ആദ്യത്തെ വാഹന നിർമ്മാണ കമ്പനിയാണ് ബുഗാട്ടി. സ്പോർട്സ് കാർ നിർമ്മാതാക്കളിലും ആരാധകരിലും എന്ന് 1ാം സ്ഥാനമാണ് ബുഗാട്ടിക്കുള്ളത്. ഡിസൈനിലും പെർഫോമൻസിലും ആളൊരു പൊപ്പുലി തന്നെ എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത കൂടിയ കാറുകളിലൊന്ന് ബുഗാട്ടിയുടേതാണ്. 1909 സ്ഥാപിതമായ ബുഗാട്ടി ഇന്ന് വരെ വിറ്റഴിച്ചത് വെറും 8000-ഓളം കാറുകൾ മാത്രം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ നിർമ്മാണ മികവും അവർ അത് വിറ്റഴിക്കുന്ന സാഹചര്യവും. അടുത്തത് പ്യൂജറ്റ്. സ്റ്റെല്ലാൻഡീസിന്റെ ഭാഗമായ ഒരു ഫ്രഞ്ച് ഓട്ടോമോട്ടീവ് നിർമ്മാതാവാണ് പ്യൂജറ്റ്. 1810 ആരംഭിച്ച പ്യൂജറ്റ് ആദ്യമൊക്കെ അടുക്കള ഉപകരണങ്ങളും പിന്നീട് ബൈസൈക്കിൾ, അതിനുശേഷമാണ് വാഹന രംഗത്തേക്ക് വന്നത്. ഇന്ന് ഇലക്ട്രിക് കാറുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളുണ്ട് ഈ കമ്പനിക്ക്.
മൂന്നാമതായിട്ട് സീട്രോൺ. 1919 സ്ഥാപിതമായ സീട്രോൺ ഇപ്പോൾ മുതൽ സ്റ്റെല്ലാൻഡീസിന്റെ ഭാഗമാണ്. ഇനി മുതൽ ഇന്ത്യൻ റോഡുകളിൽ ഇവനുണ്ടാവും നമ്മുടെ പടക്കുതിരയായിട്ട്. ഇനി അടുത്തതായിട്ട് റെനാൾട്ട്. 1899 സ്ഥാപിതമായ റെനാൾട്ട് കമ്പനി ഇന്ന് നിരവധി കാറുകളും വാനുകളും നിർമ്മിക്കുന്നു. മുമ്പ് ട്രക്കുകൾ, ട്രാക്ടറുകൾ, ടാങ്കുകൾ, ബസ്സുകൾ അല്ലെങ്കിൽ കോച്ചുകൾ, വിമാന എഞ്ചിനുകൾ, ഓട്ടോ റെയിൽ വാഹനങ്ങൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് കാറുകൾ മുതൽ SUV വരെ ഇവരുടെ കയ്യിലുണ്ട്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രാജ്യമാണ് സൗത്ത് കൊറിയ. വാഹന നിർമ്മാണത്തിൽ ലോകത്തിൽ 6ാം സ്ഥാനമാണ് സൗത്ത് കൊറിയയ്ക്കുള്ളത്. അവിടുത്തെ വാഹന നിർമ്മാണ കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഹുണ്ടായി. 1967 നിർമ്മിതമായ ഹുണ്ടായി ഇന്ത്യൻ വാഹന വിപണിയിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നു. ലുക്കിലും ഫീച്ചേഴ്സിലും ഹുണ്ടായിയോട് കിടപിടിക്കാൻ സെഗ്മെന്റിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരിക തന്നെ ചെയ്യും. ഹുണ്ടായിയുടെ അനുബന്ധ കമ്പനിയാണ് കിയ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കിയയെ പറ്റിയാണ്. മാതൃ കമ്പനിയായ ഹുണ്ടായി മോട്ടോർ കമ്പനിക്ക് ശേഷം ദക്ഷിണ കൊറിയയിലെ രണ്ടാമത്തെ വലിയ വാഹന നിർമ്മാതാക്കളാണ് കിയ മോട്ടോഴ്സ്. ലുക്ക് കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും ഏതൊരാളെയും മയക്കാൻ ഇവന് പ്രത്യേക കഴിവാണ്. ഹുണ്ടായി ഇവന്റെ മാതൃ കമ്പനി ആകുമ്പോൾ ഇങ്ങനെ വന്നില്ലെങ്കിൽ അതിശയുള്ളൂ. ഇനി മൂന്നാമതായിട്ട് ഡേവു. 1937 നാഷണൽ മോട്ടോഴ്സ് എന്ന പേരിൽ സ്ഥാപിതമായ ഒരു ദക്ഷിണ കൊറിയൻ ഓട്ടോമോട്ടീവ് കമ്പനിയാണ് ഡേവു മോട്ടോഴ്സ്. 1983 ഡേവു മോട്ടോഴ്സായി മാറുന്നതുവരെ കമ്പനി നിരവധി തവണ പേര് മാറ്റി. സാമ്പത്തിക പ്രതിസന്ധിയിലായ ശേഷം 2001 അതിന്റെ ഭൂരിഭാഗം സ്വത്തുക്കളും ജനറൽ മോട്ടോഴ്സിന് വിറ്റു. അമേരിക്കൻ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായി മാറി. 2011 ഡേവു എന്ന പേര് കൃത്യമായി നീക്കം ചെയ്യുകയും കമ്പനി GM കൊറിയ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പരമാവധി രാജ്യങ്ങളും അവിടുത്തെ വാഹന കമ്പനികളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ കമന്റിലൂടെ ടോപ്പ് സ്പീഡ് യൂട്യൂബ് ചാനലിനെ അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടെ അമർത്തുക.